നമ്മളിപ്പോ ഇല്ലേ ജയ്സൽമേരില്ല, ഇതാണ് സഞ്ജയ് ഭായ്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ സഞ്ജയ് ഭായിനെ കാണാണ്ടാരും പോകല്ലേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് റൂം, ഡോമെട്രിയാ ഗവൺമെന്റിന്റെ, പിന്നെ ഫുഡ് 10 രൂപയ്ക്ക് കിട്ടും. ചങ്ങായി നമ്മളെ ഗൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ ഒരു രക്ഷയില്ല. ജയ്സൽമേര് കാണാത്തൊരു സ്ഥലമില്ല മൊത്തം. ബാക്കി എന്തെങ്കിലും പറ. നമ്മളൊരു 2-2:45 ഇവിടെ എത്തിയ, അത് രാത്രി. അപ്പൊ ആ സമയത്ത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണോ, എങ്ങനെ റൂം എടുക്കണോ, ഓരോ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നമ്മുടെ അടുത്തേക്ക്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടില്ല. ഒരാളുടെ റേറ്റ് എന്നെല്ലാം പറയുമ്പോൾ 1500 സ്റ്റാർട്ടിങ് ഒരു റൂമിൽ തന്നെ പറയുന്നത്. അങ്ങനെ ഒരു സമയത്ത് കുറച്ച് മലയാളീസിനെ നമ്മൾ ഇവിടുന്ന് കിട്ടി നമുക്ക്. അങ്ങനെയാണ് ഇയാളെ കോണ്ടാക്ട് തന്നെ. നമ്മളൊന്ന് ജസ്റ്റ് വിളിച്ചപ്പോഴത്തേക്ക് ചങ്ങായി നമ്മളെ കാട്ടി കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവരെ ഇങ്ങോട്ടേക്കിങ്ങനെ ഓരോ വിളിച്ച് നിങ്ങൾ എന്താക്കുന്നത്, നിങ്ങൾ ഏടി റൂമിന് പൈസ ഒന്നും കൊടുക്കണ്ട, എൻ്റെ വക നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റൂമുണ്ട് അങ്ങനെല്ലാം പറഞ്ഞിട്ട് നമ്മളെ വിളിച്ച്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരാൾ നമ്മളടുത്ത് ഇങ്ങനെ പെരുമാറില്ല. ഒന്നാമത് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പെട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ പറയുന്നത് തന്നെ നമുക്കൊരു അത്ഭുതം തന്നെയാണ്. ഫസ്റ്റ് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പണിയുണ്ടാവും, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെ എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയയും കിട്ടില്ലല്ലോ. ഇനി ഇവർ വന്ന് റൂമിലെടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു ആധാർ കാർഡ് മാത്രം കൊടുത്തതിനാൽ അവിടെ എൻട്രി ചെയ്ത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് രാത്രി ഇവർ വീഡിയോ കോൾ കട്ടാക്കാണ്ട് തന്നെ ഈ വീഡിയോ കോളിൽ തന്നെ നമ്മളോട് ഇത് ചെയ്, അത് ചെയ്, മറ്റത് ചെയ്, ഗൈഡ് ചെയ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും. രാവിലെ നമ്മൾ എണീച്ചപ്പോഴത്തേക്ക് രാവിലെ തന്നെ ഇവർ വന്നിട്ട് നമ്മളോട് പറഞ്ഞ് ഇങ്ങനെ സ്ഥലത്തേക്ക് പോയി ഇന്ന പ്ലാനിൽ ഇത്ര റേറ്റ് വരും, ഇന്ന കാര്യത്തിന് ഇത്ര റേറ്റ് വരും, 10 രൂപക്ക് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു ഫുഡിൻ്റെ സ്ഥലമുണ്ട്, അതും എല്ലാം ഇവർ നമുക്ക് സെറ്റാക്കി തന്നെ. ഒരു 10 രൂപ കൊടുത്തിട്ട് നമുക്ക് 4 ചപ്പാത്തിയും ദാൽ ഫ്രൈയും സോയാബീനും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കിട്ടും. അത് ഇവരെ കെയർ ഓഫ് തന്നെ. ഇത് ഇവിടുത്തെ ആൾക്ക് തന്നെ കുറേ ആൾക്ക് അറിയില്ല ഈ സംഭവം ഒന്നും. ഇവരെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിരുന്നല്ലേ. നമ്മള് സാം ഡൂൺസിൽ ക്യാമ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ തന്നെ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ ഒരു 800, 900, 1000, 1500 ആ റേറ്റിലാണ്. അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് 500 രൂപയ്ക്ക് നിങ്ങൾ ബാർഗൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് വാശി പിടിച്ച്. നമ്മൾ ബാർഗൻ ചെയ്തിട്ട് കിട്ടുന്ന വെച്ചാൽ നമ്മൾ എത്ര റേറ്റ് പറഞ്ഞാലും ഒരാൾക്ക് 850 ആ ഒരു റേഞ്ചിലാണ് പറയുന്നുണ്ടായത്. അപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞ് 500 രൂപയെ തന്നെ പിടിച്ചെന്ന് എങ്ങനെ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു. അമ്മ അതേപോലെ തന്നെ പിടിച്ച് ലാസ്റ്റ് 600 രൂപയ്ക്ക് നമുക്ക് നല്ലൊരു ക്യാമ്പന്നെ കിട്ടി. കാരണം എല്ലാവർക്കും അറിയില്ല, അധികാർക്കും അറിയില്ല. നമ്മോട് കണ്ട മലയാളീസ് എല്ലാം പറഞ്ഞു വെച്ചാൽ ഒരു 1200, 1500 മൊത്തം. ഈ സാം ഡൂൺസ് ക്യാമ്പിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജീപ്പ് സഫാരി വരുന്നുണ്ട്, ഒട്ടക സഫാരി വരുന്നുണ്ട്, പിന്നെ 10 സ്റ്റേ, പിന്നെ അൺലിമിറ്റഡ് ഫുഡ് ഡിന്നർ, പിന്നെ പകല് ബ്രേക്ക്ഫാസ്റ്റ്, ഇതെല്ലാം വരുന്ന ഒരു വെറും 600 രൂപയ്ക്ക് കിട്ടാന്ന് വെച്ചാൽ വലിയൊരു സംഭവം തന്നെയാണ് അല്ലേ. ഇവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. റൂമിന്റെ എല്ലാം റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അത് വേറെ മലയാളി പിള്ളേരൊക്കെ ഇട്ടിട്ട് ഓരോ വഴി പരിചയപ്പെട്ടാണ് റൂം ഫ്രീ ആയിട്ട് ചെറിയ. ജയ്സൽമീർ വരുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട, നമ്മള് മച്ചാന് പരിചയപ്പെട്ടത്. നിങ്ങൾ ഓക്കെ അല്ലേ? അപ്പോ മച്ചാൻ യൂട്യൂബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ. നമ്മളെ മലയാളീസ് ആരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും മച്ചാനെ വിളിച്ചാൽ മതി. മച്ചാൻ നിങ്ങളെ എങ്ങനെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും തരത്തിൽ ഇപ്പൊ ഓരോരു സ്ഥലത്തേക്ക് അമ്മ വിചാരിക്കാത്തതിന്റെ അപ്പുറത്തേക്കാണ് ഇവർ പറഞ്ഞിരുന്നത്. കാരണം അമ്മ ഇത്രയും ഒരാളിങ്ങനെ പറഞ്ഞു അമ്മ വിചാരിക്കൂ ഇവരെന്തോ പൈസ കൊടുത്തിട്ട് പൈസ മാറ്റാൻ വേണ്ടി ചീറ്ററാണ് അങ്ങനെയെല്ലാം നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് അല്ലെ. ഒരാൾ ഇത്രയും ആൾക്കാർ പറ്റിക്കുമ്പോൾ അതിലൊരു നല്ല ആളുണ്ടാവില്ലേ, അങ്ങനത്തെ നല്ല ആളെ നമുക്ക് ഇവരെ കിട്ടിയത്. അങ്ങനെ എന്താന്ന് വെച്ചാൽ നമ്മ ഇപ്പൊ ജയ്സൽമേർ വന്നു കഴിഞ്ഞാല് ഫോർട്ട്, ലേക്ക്, പിന്നെ ഡെസേർട്ടിൽ പോയിട്ട് ഒഴിവാക്കും. നമ്മ ഇന്ന് നാട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചേ, ചങ്ങായി ഒന്ന് ഗൈഡ് ചെയ്യുന്നത് ഇവിടുത്തെ ഇനി ഒരു സ്ഥലം ബാക്കിയിലാണ്. അങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്ത് നമ്മൾ വിചാരിക്കും പൈസക്ക് വരെ ഒരാൾ ഇങ്ങനെ ഗൈഡ് ചെയ്യും. ചങ്ങായിന്റെ വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രീ ആയിട്ട് ഗൈഡ് ചെയ്യാ, ആരും ഇവിടുന്ന് പെടാൻ പറ്റൂല, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. എന്നാ ഈ ചങ്ങായിനെ എല്ലാരും ഫോളോയും ചെയ്യും, സബ്സ്ക്രൈബും ചെയ്യും. പിന്നെ ചങ്ങായിന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാല് ഈ നമ്മുടെ സ്കൂൾ ട്രിപ്പിന് ചങ്ങായിക്ക് ഫ്രീ ആയിട്ട് റൂമും എല്ലാ സെറ്റപ്പും ചെയ്തു കൊടുക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടല്ലോ ചങ്ങായിക്ക്. അത് ചങ്ങായിക്ക് കിട്ടണമെങ്കിൽ തന്നെ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം വന്നു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ചെയ്യാന്നാ പറഞ്ഞത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ മാക്സിമം എല്ലാവരും ചെയ്യും. ചങ്ങായി ഒരു റൂം സെറ്റപ്പ് എല്ലാം തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ നമ്മളടുത്ത് ഒരു പൈസ ചങ്ങായി ഇതുവരെ ഒരു റുപ്യ വാങ്ങിയില്ലല്ലോ. അപ്പൊ സ്നേഹം ഒന്നും ചോദിച്ചാൽ ഒരാള് നമുക്ക് തരൂല, അത്രക്ക് നമ്മളെ എപ്പാന്ന് ഒന്നും വായിച്ചില്ല. ഇവിടെ ഒരു കമ്മീഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. ഇത്രയും അടിപൊളി ചങ്ങായില്ല അമ്മ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ,